400 സീറ്റ് ഉറപ്പായി കിട്ടുമെന്ന് പ്രഖ്യാപിച്ച മോഡി ഭരണകൂടം എത്ര വെപ്രാളത്തിലാണ് എന്ന് വ്യക്തമാകുന്നതാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്. കഴിഞ്ഞ കുറേ ദിവസമായി ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം വലിയ വെപ്രാളമാണ്, അനിശ്ചിതത്വമാണ് സംഘപരിവാർ ക്യാമ്പുകളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയും പ്രതിപക്ഷത്തെ അടിച്ചമർത്തണം, ഇന്ത്യ മുന്നണിയെ തകർക്കണം എന്ന ലക്ഷ്യമിട്ടുകൊണ്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രവർത്തിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുന്നത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. അതുപോലെ കോൺഗ്രസിന്റെ ഫണ്ട് മുഴുവൻ മരവിപ്പിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത തരത്തിൽ കൈയും കാലും കെട്ടിയിടുക എന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം. മറ്റൊരു മറുവശത്ത് ഈ ബോണ്ട് വഴി അവിഹിതമായി കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് കോടാനുകോടി രൂപ അഴിമതി നടത്തി പിരിച്ചെടുക്കുന്നു ബിജെപി. അഴിമതിയാണ്. കാരണം വ്യവസായ സ്ഥാപനങ്ങളിൽ ഇഡിയെ കൊണ്ടും സിബിഐയെ കൊണ്ടും റെയ്ഡ് നടത്തിപ്പിച്ച് അവരെ ഭീഷണിപ്പെടുത്തി അവരിൽ നിന്ന് 500-1000 കോടി രൂപ അവരുടെ ബോണ്ടായി വാങ്ങിക്കുന്നു. അഴിമതി നടത്തി ഒരു വശത്ത് ബിജെപി പണസമ്പാദനം നടത്തി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ തന്നെ ദുഷിപ്പിക്കുമ്പോൾ, അമിതമായ പണം കൊടുത്ത് ദുഷിപ്പിക്കുമ്പോൾ, മറുവശത്ത് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഉള്ള പണം, വ്യവസ്ഥാപിതമായ പണം പോലും ചെലവാക്കാൻ കഴിയാത്ത തരത്തിൽ കൂച്ചുവിലങ്ങിടാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. നമ്മുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് നമ്മൾ അഭിമാനിച്ചിരുന്ന നമ്മുടെ ഈ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് ഏകാധിപത്യ ഫാസിസ്റ്റ് ഭരണകൂടം അവരുടെ അവസാന ഘട്ടത്തിൽ എന്നതുപോലെ അരിഞ്ഞാടുന്ന കാര്യമാണ് ഇതിലൂടെ എല്ലാം വ്യക്തമാകുന്നത്.